നമസ്കാരം. നമ്മുടെ 2 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസാണ്. ഏറ്റവും ആദ്യം വയനാട്ടിലെ ദുരന്തം ആരെയോ ഒരാളെ വിളിച്ചറിയിക്കുന്ന നീതു എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വോയിസ്. അത് ഭയങ്കര പാനിക്കായിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കര സമാധാനത്തിൽ അത് കേൾക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു അതിൻ്റെ സീരിയസ്നെസ് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് അതിൻ്റെ വീട്ടിൽ അടുത്തുള്ള കുറേ വീട്ടുകാരെല്ലാം കൂടി നിൽക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, ഞങ്ങളെ അറിയിക്കാൻ പറ്റുന്നിടത്തൊക്കെ അറിയിക്കുന്നുണ്ട്, എങ്ങനെയും ഞങ്ങളെ വന്ന് രക്ഷിക്കണേന്ന്. ഇന്ന് കേൾക്കുന്നത് എന്തോന്നോ, ആ മോള് ജീവനോടില്ല, കിട്ടിയിട്ടില്ല അതിനെ. അപ്പോൾ അതിൻ്റെ തന്നെ ദിവ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അത് ക്യാരിയിങ് എന്തോ ആയിരുന്നു. ആ കുട്ടിയുടെ ബോഡി കിട്ടി, പക്ഷേ ഈ മോളെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ആ വോയിസ് കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അച്ഛൻ എന്തുകൊണ്ട് അച്ഛനോട് പറയുന്നുണ്ട് ആ കോൾ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ അവരുടെ ഫോണുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിലെ ആൾക്കാരൊക്കെ വിളിക്കുന്ന ഇത് ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള ചോദ്യം വളരെ കൂളായിട്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. എന്താണ്ട് ഇത്രയും ഒരു ആപത്ത് വന്നിട്ട് ആ കുഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ 1:30 ഫസ്റ്റ് പൊട്ടലിലായിരിക്കാം വിളിച്ചിരിക്കുന്നത്. രണ്ടാമതുള്ളതിന് ഇത് വിളിക്കാനുള്ള അവകാശമൊന്നും കിട്ടി കാണില്ല. അപ്പോൾ ആ 1:30 കഴിഞ്ഞിട്ട് 1:15 1:30 ഉണ്ടായിട്ട് പിന്നെ 2:30 മണിക്കായിരുന്നല്ലോ. അത്രയും സമയം കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ ഇല്ലല്ലോ ദൈവമേ എന്നുള്ളതാണ്. ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ഓർക്കുമ്പോഴാണ്. ആ കുഞ്ഞിൻ്റെ വോയിസ് എല്ലാവരും ഒന്ന് കേട്ട് പോകണം. യൂട്യൂബിലൊക്കെ ഇപ്പം നന്നായിട്ട് റൺ ചെയ്യുന്ന ഒരു ഇതാണ് ആ മോള് പറയുന്നത്. ആ മോളെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എന്തുവാ ഇത്, എന്തൊരു സങ്കടമാണ് അല്ലേ. ഇപ്പം സമാധാനം എന്ന് പറഞ്ഞാൽ 400 സംതിങ് എല്ലാവരും കൂടെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വീടുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്ക് നഷ്ടപ്പെട്ട ഇതിന് അത്രയും തന്നെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പലരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. വീടുകൾ എല്ലാവരും വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 400-ന് മുകളിൽ വീടുകൾ വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീടുകൾ കിട്ടും. എന്നാലും അവർക്ക് നഷ്ടപ്പെട്ടു പോയതിന് പകരം ഒന്നും ആവില്ല. തുണിയില്ല, ഒരു സാധനങ്ങളും ഇല്ല, ഒന്നുമില്ലെന്നേ. എല്ലാം പോയി, എല്ലാം മണ്ണിനടിയിലായിപ്പോയി. അവർക്കിനിയും വീട് എല്ലാം ഒന്നേന്ന് വേണം. അത് നമ്മളെല്ലാവരും, ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഒന്നിച്ച് കൂടി നിന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ സഹകരണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. ഇപ്പോൾ തന്നെ ഇത്രയും നമുക്ക് 400 സംതിങ് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും കൂടെ മനസ്സ് വിചാരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് പകരമൊന്നും ആയില്ല. ആ മോളുടെ സൗണ്ട് വല്ലാണ്ട്, ആ വോയിസ് ഇന്നലെ കേട്ടിട്ടേ, നീതുവിൻ്റെ ആ മോള് ഇല്ലയെന്ന് കേൾക്കുമ്പം എന്തൊരു കഷ്ടം. ആ കുഞ്ഞ് വിളിച്ച് ആരാണ്ടോടൊക്കെയോ പറയുന്നുണ്ട്, ദൈവമേ അതിനെ ഒന്നും രക്ഷിക്കാനൊന്നും അതിനെപ്പോലും പറ്റിയില്ലല്ലോ എന്നുള്ളവർക്കിപ്പോൾ. ആദ്യത്തെ ഇതുണ്ടായിരുന്ന 1:30, അതായത് 1:30 ഫസ്റ്റ് ഇതുണ്ടായപ്പോൾ എന്താണ് ആ കുട്ടി വിളിച്ചിരിക്കുന്നത്. പിന്നാണല്ലോ 2:30 അടുത്തത്. പക്ഷേ ആ 1:30 തന്നെ അതിനെ എങ്ങോട്ടെങ്കിലും അവർക്ക് കുറേ പേർക്ക് മാറാൻ പറ്റിയിരുന്നെങ്കിൽ അത് പറ്റിയില്ല. പിന്നെ ഒരു ദിവ്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, ക്യാരിയിങ് എന്തോ ആണ്, ഗർഭിണിയായിട്ടുള്ള കുട്ടി, ആ കുഞ്ഞ് മരിച്ച്. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ കുഞ്ഞു മക്കൾ. ഞാൻ ആലോചിക്കുക, ഈ സ്ഥലമേ നമ്മളൊക്കെ ഇനിയൊന്ന് കാണേണ്ടി വരുവാണെങ്കിൽ അവിടെ ഇതെല്ലാം ഇങ്ങനെ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ സഹിക്കുമല്ലേ. പണ്ട് സുനാമി വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് പിന്നീട് സുനാമി വന്നു കഴിഞ്ഞ് പോയപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര എല്ലാം കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞ് പോയപ്പം ഭയങ്കര ഭീകരത തോന്നും. എല്ലാ വീടിൻ്റെ മുന്നിൽ ശവം അടക്കിയ കുഞ്ഞു തെങ്ങ് തൈകളൊക്കെ ഉണ്ടായി നിൽക്കുന്നു. അതൊക്കെ ഇനിയും ഒരിക്കലും നമുക്കിങ്ങനത്തെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്കിങ്ങനെ ഒരു ആപത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ.